ഗുഡ് ആഫ്റ്റർനൂൺ. ഓഡിബിൾ അല്ലേ വോയിസ്? ഓക്കെ. സോ കാണാൻ പറ്റുന്നില്ലേ? വിസിബിൾ അല്ലേ? സ്ക്രീൻ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ ആർക്കും? ഓക്കെ. ജസ്റ്റ് ഒന്ന് അറ്റൻഡൻസ് പറയണേ എല്ലാവരും. അക്ഷയ്, അഞ്ജന, Present, sir. അനുശ്രീ, Present, sir. അഷ്ന, Present, sir. അശ്വിൻ, ഡൊമിനിക്, Present, sir. ഷീസ്, Present, sir. ആദിൽ, Present, sir. റോഷ്നി, Present, sir. ഷാരോൺ, Present, sir. വിഷ്ണു, Present, sir. വൈഷ്ണവ്. Present, sir. ഓക്കെ ഓക്കെ ഓക്കെ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്തൂടെ ക്ലാസ്? അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞത് നമ്മള്? മറന്നുപോയ എല്ലാവരും? മോറൽ ഓട്ടോണമി. ഓക്കെ. അനുസരിച്ച് ഇവിടെ കണ്ടുകൊണ്ടാണോ പറഞ്ഞേ? ഓക്കെ ഓക്കെ ഓക്കെ. സോ നമ്മൾ മോറൽ ഡിലേമാസ് അതുപോലെ തന്നെ മോറൽ ഓട്ടോണമി ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഇനി നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്. അപ്പൊ ഇന്ന് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള 2 തിയറീസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ എത്തിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 2 ഇമ്പോർട്ടന്റ് തിയറീസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ ആദ്യത്തെ തിയറിയാണ് കോൾബർഗ്സ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ്. ഓക്കെ. അതായത് നമ്മുടെ മോറൽ ഡെവലപ്മെന്റ് അല്ലെ, നമ്മുടെ എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ് അല്ലെ. അപ്പൊ ഓരോ കാലഘട്ടം കഴിയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ഏജ് കഴിയുന്നതിനനുസരിച്ച് അല്ലെ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവും? ഡെവലപ്മെന്റ് ഉണ്ടാവും അല്ലെ. അതായത് നമ്മുടെ ഉള്ളിലുള്ള മോറൽ പ്രിൻസിപ്പിൾസ് അല്ലെ നമ്മുടെ ഉള്ളിലുള്ള മൊറാലിറ്റി എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഓരോ ഏജ് ഗ്രൂപ്പിനനുസരിച്ച് എന്ത് ചെയ്യും? ഡെവലപ്മെന്റ് എല്ലാ ആൾക്കാരിലും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ മോറൽ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടുള്ള ഒരു തിയറിയാണ് നമ്മുടെ കോൾബർഗ്സ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ പുള്ളി ഈ തിയറി ആക്ച്വലി പ്രപ്പോസ് ചെയ്തത് സൈക്കോളജിന്റെ ബേസിസിലാണ് കേട്ടോ. നമ്മുടെ ഹ്യൂമൻ സൈക്കോളജിയില്. അപ്പൊ ഈ ഹ്യൂമൻ സൈക്കോളജിന്റെ ബേസിസിൽ എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ ഈ മോറൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് എന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറിയാണ് നമ്മുടെ കോൾബർഗ്സ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ. ഓരോ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാവുന്ന മോറൽ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ. സോ നമുക്ക് ജസ്റ്റ് നോക്കാം. സോ അക്കോർഡിംഗ് ടു കോൾബർഗ് ദർ ആർ 3 ലെവൽസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ്. അപ്പൊ നമ്മുടെ കോൾബർഗ് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളെ ഹ്യൂമൻ സൈക്കോളജി പ്രകാരം എല്ലാ വ്യക്തിയിലും മോറൽ ഡെവലപ്മെന്റ് നടക്കുന്നത് 3 സ്റ്റേജസ് ആയിട്ടാണ്, അല്ലെങ്കിൽ 3 ലെവൽസ് ആയിട്ടാണ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഈ മോറൽ ഡെവലപ്മെന്റ് നടക്കുന്നത്. ഓക്കെ. മോറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഉള്ളിലുള്ള മൊറാലിറ്റി ഉണ്ടാവില്ലേ. അപ്പൊ നമ്മളെല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവില്ലേ മോറൽ പ്രിൻസിപ്പിൾസും വാല്യൂസും ഒക്കെ ഉള്ള ആൾക്കാരല്ലേ നമ്മളെല്ലാവരും അല്ലെ. അപ്പൊ ഈ മൊറാലിറ്റി എന്ത് ചെയ്യും? ഓരോ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതായത് ഓരോ ഏജ് ഗ്രൂപ്പിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പൊ ആ മോറൽ ഡെവലപ്മെന്റ് ഓരോ വ്യക്തിയുടെ ഉള്ളിലും നടക്കുന്നത് മെയിൻ ആയിട്ടും 3 സ്റ്റേജസിൽ അല്ലെങ്കിൽ 3 ലെവൽസ് ആയിട്ടാണെന്നാണ് നമ്മുടെ കോൾബർഗിന്റെ തിയറി പറയുന്നത്. ഓക്കെ. അപ്പൊ ആ ഓരോ ലെവലും എന്താണെന്നാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോണത്. ഓക്കെ. സോ നമുക്ക് നോക്കാം നമ്മുടെ ഫസ്റ്റ് ലെവൽ. സോ നമ്മുടെ കോൾബർഗ്സ് തിയറി പ്രകാരം നമ്മുടെ മോറൽ ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നതാണ് പ്രീ കൺവെൻഷണൽ ലെവൽ. ഓക്കെ. സോ ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്യാം. സോ ഹിയർ റൈറ്റ് കണ്ടക്ട് ഈസ് റിഗാർഡഡ് ആസ് whatever directly benefits to oneself. At this level, individuals are motivated by obedience or the desire to avoid punishment or to satisfy their own needs. All young children exhibit this tendency. ഓക്കെ. അപ്പൊ നമ്മുടെ മോറൽ ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് ലെവലാണ് നമ്മുടെ പ്രീ കൺവെൻഷണൽ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ പ്രീ കൺവെൻഷണൽ ലെവൽ എന്ന് പറയുന്നത് ഇത് മെയിൻ ആയിട്ടും ഏത് ഏജ് ഗ്രൂപ്പാന്ന് വെച്ചാൽ നമ്മുടെ
ചൈൽഡ്, നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയില്ല, നമ്മൾ ചിൽഡ്രൻ എന്ന് പറയില്ല, നമ്മൾ എപ്പോഴാണോ കുട്ടിയായിരിക്കുന്ന ആ സമയം, നമ്മുടെ ആ ചൈൽഡിഷ് ആയിട്ടുള്ള ആ സമയം, അല്ലെ നമ്മുടെ ചിൽഡ്രൻസ് ആയിട്ട് ഇരിക്കുന്ന ആ ടൈമിലുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പില്ലേ, അതാണ് നമ്മുടെ പ്രീ കൺവെൻഷണൽ ലെവൽ എന്നാണ് നമ്മുടെ കോൾബർഗ് പറയുന്നത്. ഓക്കെ, കാരണം നമ്മുടെ ആ ഒരു സമയത്ത് അല്ലെ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ നമ്മൾ എന്തായിരിക്കും, എല്ലാവരും നമ്മൾ കുട്ടികളാണ് അല്ലെ. അപ്പൊ നമ്മളെ എങ്ങനെയായിരിക്കും നമ്മുടെ ബിഹേവിയർ ഒക്കെ, മാക്സിമം നല്ലൊരു പെരുമാറ്റം കാണിക്കാനായിരിക്കും എല്ലാ കുട്ടികളും ആ ഒരു സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു വികാരം എന്ന് പറയുന്നത് എന്താണ്, നല്ല രീതിയിൽ പെരുമാറും, എല്ലാവരോടും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ കുട്ടികളുടെ ഉള്ളൊരു കാര്യം അല്ലെ. ചെറിയ കുട്ടികളാകുന്ന സമയത്ത് അതുപോലെ തന്നെ എന്താണ്, എല്ലാവരെയും അനുസരിക്കുക എന്നുള്ള ഒബീഡിയൻസ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി കൂടെ എന്തുണ്ടാവും ആ ഒരു ഏജ് ഗ്രൂപ്പ് ആവുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും അല്ലെ. എല്ലാവരെയും അനുസരിക്കുക എന്നുള്ളത്, അതിപ്പം ഫാമിലിയിലുള്ള ആൾക്കാരെ ആയിക്കോട്ടെ, അല്ലെ പുറത്തുള്ള ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് സ്കൂളിൽ, നമ്മൾ ചെറിയ സമയത്ത് സ്കൂളിലാണല്ലോ പഠിക്കുക, അപ്പൊ സ്കൂളിലുള്ള ടീച്ചേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരെയും അനുസരിച്ച് പോവാന്നുള്ളൊരു മൊറാലിറ്റിയാണ് ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക അല്ലെ. അത് അനുസരിക്കുന്നതിന്റെ റീസൺ എന്താണ്, അനുസരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വഴക്ക് കിട്ടിയാലോ അല്ലെങ്കിൽ നമുക്ക് പണിഷ്മെന്റ് കിട്ടുമോ എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കും നമ്മൾ ആ സമയത്ത് എല്ലാം അനുസരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ മെയിനായിട്ടും ആ സമയത്ത് ഒരു ഒബീഡിയന്റ് ആയിട്ടുള്ള ഒരു മൊറാലിറ്റി ഒക്കെയാണ് നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് കൂടി ഉണ്ടാവും, എല്ലാ സാധനങ്ങളും അല്ലെ എല്ലാ കാര്യങ്ങളും നമുക്കും കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും അല്ലെ. ചെറിയ കുട്ടിയാകുന്ന സമയത്ത് നമ്മൾ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും നമുക്കും വേണം എന്നുള്ളൊരു വാശി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ലേ, അല്ലെ ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലെ, അത് എനിക്കും വേണം, അല്ലെ ആ കാര്യങ്ങളൊക്കെ എനിക്കും വേണം, അല്ലെ എനിക്കും ഹാപ്പി ആയിരിക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു വിചാരങ്ങളായിരിക്കും മെയിനായിട്ടും ഈ ഒരു ഏജ് ഗ്രൂപ്പ് ആവുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അല്ലെ. അപ്പോ അതാണ് നമ്മുടെ പ്രീ കൺവെൻഷണൽ ലെവൽ എന്നാണ് നമ്മുടെ കോൾബർഗ് പറയുന്നത്. നമ്മുടെ മോറൽ ഡെവലപ്മെന്റിന്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ കൺവെൻഷണൽ ലെവലാണ്. ഈ പ്രീ കൺവെൻഷണൽ ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ചൈൽഡ് ആയിരിക്കുന്ന സമയത്തുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പാണ്, നമ്മുടെ ചെറിയ കുട്ടികളായിരിക്കുന്ന ആ സമയത്തുള്ള ആ ഒരു ലെവലാണ് പ്രീ കൺവെൻഷണൽ ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് എങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും, മാക്സിമം എല്ലാവരെയും ഒബീഡിയന്റ് ആയിട്ട് മുന്നോട്ട് പോവുക, എല്ലാവരെ കൊണ്ടും നല്ലൊരു ബിഹേവിയർ ആണെന്ന് പറയിപ്പിക്കുക, അല്ലെ നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ നേടിയെടുക്കുക, ഇതുപോലെയുള്ള കുറെ മോറൽ വാല്യൂസ് ആണ് നമ്മുടെ ഉള്ളിൽ എന്ത് സംഭവിക്കുക ആ ഒരു കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്യുക, അല്ലെ ആ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള കുറെ മൊറാലിറ്റീസ് ആയിരിക്കും നമ്മൾ ഉള്ളിൽ ഉണ്ടായിരിക്കുക, അല്ലെ ഡെവലപ്പ് ചെയ്ത് വരിക. ഓക്കെ, അതാണ് നമ്മുടെ ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ഒരു വ്യക്തിയുടെ മോറൽ ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ കൺവെൻഷണൽ ലെവലാണ്. അതായത് നമ്മുടെ ബാല്യകാലം എന്ന് നമുക്ക് പറയാം, ചൈൽഡ് ആയിരിക്കുന്ന ഒരു സമയം. ഓക്കെ, ക്ലിയർ ആയോ ഫസ്റ്റ് വൺ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ക്ലിയർ ആയോ? ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അല്ലെ, നമ്മൾ ആ സമയത്ത് എന്താണ് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ മോറൽ വാല്യൂസ് ആണ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് അല്ലെ. നമ്മൾ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടും, എല്ലാവരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കുക, അല്ലെ എല്ലാവരെയും അനുസരിച്ച് നിൽക്കുക, അങ്ങനെയുള്ള കുറെ മോറൽ വാല്യൂസിനായിരിക്കും നമ്മൾ ആ സമയത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെ, കാരണം നമുക്ക് വലുതായിട്ടൊന്നും അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത് വരിക. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത്, മൊറാലിറ്റി ഡെവലപ്മെന്റ് അല്ലെ മോറൽ ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് പ്രീ കൺവെൻഷണൽ ലെവൽ. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് കൺവെൻഷണൽ ലെവലാണ്. ഇപ്പൊ കൺവെൻഷണൽ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കുറച്ചുകൂടെ വളർന്നിട്ടുണ്ടാവുന്ന ഒരു സമയം അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ അഡൾട്ട് എന്ന് പറയാം, നമ്മുടെ കൗമാരപ്രായം എന്ന് പറയാം അല്ലെ. അതായത് നമ്മൾ കുറച്ചുകൂടെ മെച്ചുവേർഡായി, കുട്ടിയായിരിക്കുന്നതിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ മെച്ചുവേർഡായിട്ട് വരുന്ന ഒരു ഏജ് ഗ്രൂപ്പില്ലേ, നമ്മുടെ അഡൾട്ട് പീരീഡ് എന്ന് പറയാം. അതാണ് നമ്മുടെ കൺവെൻഷണൽ ലെവൽ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു കോൾബർഗ് ആണ്, പുള്ളി പറഞ്ഞതാണ് നമ്മുടെ കൺവെൻഷണൽ ലെവൽ എന്ന് പറയുന്നത് ഏത് ഏജ് ഗ്രൂപ്പാണ്, നമ്മുടെ ആ ഒരു യൗവനകാലം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കൗമാര പ്രായമാണ് നമ്മുടെ കൺവെൻഷണൽ ലെവൽ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ആ സമയത്ത് നമ്മൾ മെയിനായിട്ടും എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെ ഏത് രീതിയിലുള്ള മോറൽ വാല്യൂസ് ആണ് നമ്മുടെ ഉള്ളിൽ വരിക എന്ന് പറഞ്ഞാൽ, നമ്മൾ മെയിനായിട്ടും ആ സമയത്ത് ഫോക്കസ് ചെയ്യുന്നത് എന്തായിരിക്കും, നമ്മുടെ സൊസൈറ്റിയിൽ വെൽ ഡിഫൈൻഡ് ആയിട്ട് അല്ലെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറെ റൂൾസും റെഗുലേഷൻസും ഉണ്ട് അല്ലെ കുറെ ലോസ് ഒക്കെ ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ, ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ നമ്മൾ മെയിനായിട്ടും ഈ റൂൾസിനെയും റെഗുലേഷൻസ് അല്ലെ റൂളും ലോ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവാന്നാണ് നമ്മുടെ കോൾബർഗ് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏതിനായിരിക്കും, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദി സൊസൈറ്റി ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ റൂൾസും റെഗുലേഷൻസും അനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുക എന്നാണ് നമ്മുടെ കോൾബർഗ് പറയുന്നത്. ഓക്കെ, അതായത് എന്താണ്, അറ്റ് ദിസ് ലെവൽ പീപ്പിൾ റെസ്പെക്ട് ദ ലോ ആൻഡ് അതോറിറ്റി, rules and norms of one's family or group or society is accepted as the standards of morality. Individuals in this level want to please or satisfy and get approval by others
and to meet the expectations of the society rather than their self-interest. Many adults do not go beyond this level. ഓക്കെ, സോ നമ്മുടെ സൊസൈറ്റിയിൽ ഓൾറെഡി വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും മെയിൻ ആയിട്ട് ചെയ്യുക എന്നാണ് നമ്മുടെ കോൾബർഗ് പറയുന്നത് ഈ ഒരു ലെവൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ. ഓക്കെ, അതുപോലെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു സമയത്ത് മെയിൻ ആയിട്ടും ശ്രദ്ധിക്കാന്ന് വെച്ചാൽ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ നല്ലതാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ, അതായത് ഒരു ഗുഡ് ബോയ് ആണ് അല്ലെങ്കിൽ ഒരു ഗുഡ് ഗേൾ ആണ് എന്ന് മറ്റുള്ള ആൾക്കാരെ കൊണ്ട് അല്ലെങ്കിൽ സൊസൈറ്റീനെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാനുള്ള കാര്യങ്ങളായിരിക്കും മെയിൻ ആയിട്ടും നമ്മൾ ചെയ്യുക എന്നാണ് കോൾബർഗ് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ. ഓക്കെ, മറ്റുള്ളവരെ കൊണ്ട് നല്ലതാണെന്ന് പറയിപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ, അതായത് നമ്മുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കണം, എന്നാൽ എന്തുകൂടെ വേണം, മറ്റുള്ളവരെ കൊണ്ട് നമ്മളെ നല്ലതാണെന്ന് പറയിപ്പിക്കുകയും വേണം, മോശമാണെന്ന് പറയിപ്പിക്കാൻ പാടില്ല. ഓക്കെ, സോ അങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് നല്ലതാണെന്ന് പറയിപ്പിക്കുന്നതും വേണം, അതിന്റെ കൂടെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുകയും വേണം. സെൽഫായിട്ടുള്ള കുറെ കാര്യങ്ങളിൽ അപ്പൊ സെൽഫ് ഇൻട്രസ്റ്റിന് കൂടി ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, മറ്റുള്ളവരെ കൊണ്ട് നല്ലതാണെന്ന് പറയിപ്പിക്കാന്നുള്ളൊരു തിങ്കിങ് കൂടെ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ആവുന്നതാണ് നമ്മുടെ കോൾബർഗ് പറയുന്നത്. ഓക്കെ, അതായത് മെയിൻ ആയിട്ട് നമ്മൾ സൊസൈറ്റീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ മുന്നോട്ട് പോവുക എന്നാണ് നമ്മളെ കോൾബർഗ്സിന്റെ തിയറി പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് നമ്മുടെ മോറൽ ഡെവലപ്മെന്റിന്റെ രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള കൺവെൻഷണൽ ലെവൽ. ഓക്കെ, ക്ലിയർ ആയോ? അതായത് നമ്മുടെ കുട്ടിയാവുന്നതിൽ നിന്ന് കുറച്ചുകൂടെ വലുതായിട്ടുള്ള ഒരു കാലഘട്ടം, അതായത് നിങ്ങളൊക്കെ ഇപ്പൊ ഇല്ല സമയം തന്നെ അല്ലെ, നിങ്ങളൊക്കെ ഇപ്പം കൺവെൻഷണൽ ലെവലിലാണ് ഉള്ളത്. ക്ലിയർ ആയോ? എക്സ്പ്ലെയിൻ ചെയ്യണം ഒന്നുകൂടെ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഈ സമയത്ത് ഇപ്പൊ നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെയൊക്കെ തിങ്കിങ് ആയിരിക്കും ഉണ്ടാവുന്നത് നിങ്ങൾക്ക് അറിയില്ലേ. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ കൺവെൻഷണൽ ലെവൽ എന്ന് പറയുന്നത്. നമ്മുടെ അഡൾട്ട് പീരീഡ് ആണ് നമ്മുടെ കൺവെൻഷണൽ ലെവൽ എന്നാണ് നമ്മുടെ കോൾബർഗ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ സമയത്ത് നമ്മൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്തതിനാണ് നമ്മുടെ സൊസൈറ്റിയിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനാണ് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുക, അല്ലെ ഓരോ ഡിസിഷൻസ് കൊടുക്കുക എന്നാണ് നമ്മുടെ ഈ ഒരു തിയറി പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ ലെവൽ, നമ്മുടെ മോറൽ ഡെവലപ്മെന്റ് ഏറ്റവും ലാസ്റ്റ് ലെവൽ അല്ലെ തേർഡ് ലെവൽ എന്ന് പറയുന്നതാണ് പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ കോൾബർഗ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഒരു കാലഘട്ടം അല്ലെ ഈ ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്ത് എല്ലാ ആൾക്കാരും എങ്ങനെയായിട്ട് മാറും, ഓട്ടോണോമസ് ആയിട്ട് മാറും എന്നാണ് കോൾബർഗ് പറയുന്നത്. ഓക്കെ, അറ്റ് ദിസ് ലെവൽ പീപ്പിൾ ആർ കോൾഡ് ഓട്ടോണോമസ്. ഓക്കെ, they think originally and want to live by universally good principles and welfare of others. They have no self-interest. They maintain moral integrity, self-respect and respect for others. അപ്പൊ ഈ ഓട്ടോണോമസിനെ പറ്റിയിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഓട്ടോണോമി നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. മോറൽ ഓട്ടോണോമി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ ഓട്ടോണമി എന്ന് പറഞ്ഞാൽ ആ വേർഡിന്റെ മീനിങ് എന്താണ്, ഇൻഡിപെൻഡന്റ് ആവാന്നുള്ള മീനിങ് ആണ് അല്ലെ. സെൽഫ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക അല്ലെ, ബി ഇൻഡിപെൻഡന്റ് എന്നുള്ളൊരു മീനിങ് ആണ് നമ്മുടെ അല്ലെ. സെൽഫ് ഡിറ്റർമിനന്റ് ആവുക അല്ലെ ഇൻഡിപെൻഡന്റ് ആവുക എന്നാണ് നമ്മുടെ ഓട്ടോണമി എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ കോൾബർഗ് പറയുന്നത് എന്താണ്, ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കൺവെൻഷണൽ ലെവൽ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് ഈ ഒരു സ്റ്റേജിലേക്ക് കയറി കഴിയുമ്പോൾ എല്ലാ ആൾക്കാരും എങ്ങനെയായിട്ട് മാറുന്നതാണ് പറയുന്നത്, ഓട്ടോണോമസ് ആയിട്ട് മാറുന്നതാണ് പറയും അല്ലെ. സോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടാവും ഈ ഒരു ലെവലിൽ എത്തുന്ന സമയത്ത്. ഓട്ടോണോമസ് എന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് ആവാന്നല്ലേ. ഇൻഡിപെൻഡന്റ് ആവാന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾക്കറിയാം നമുക്ക് എന്താണ് നല്ലതായിട്ടുള്ളത് അല്ലെ എന്താണ് ചീത്തയായിട്ടുള്ളത് അല്ലെ. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കുള്ളൂ, നമ്മുടെ കാര്യം ചെയ്യുള്ളൂ അല്ലെ. സൊസൈറ്റീന്റെ റൂൾസ് റെഗുലേഷൻസ് ഉണ്ടാവും, പക്ഷെ അത് നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, അത് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ ആ ഒരു സ്റ്റേജാണ് നമ്മുടെ പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കണേ, കൺവെൻഷണൽ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ കേസ് പറഞ്ഞ എന്താ, സൊസൈറ്റീന്റെ റൂൾസും റെഗുലേഷൻസും ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുക. ഇനിയിപ്പോ തേർഡ് ലെവലിലേക്ക് വന്നാൽ നമ്മൾ ഓട്ടോണോമസ് ആയിട്ട് മാറും അല്ലെ. അതായത് നമുക്ക് നമ്മുടെ
ഒരു സെൽഫ് പവർ വരുന്ന ഒരു സ്റ്റേജ് എന്നാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ മേളിൽ ഒരു സ്വയം കൺട്രോൾ വരും, അല്ലെങ്കിൽ ഒരു അധികാരം വരും, ഒരു പവർ കിട്ടുന്നതാണ് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യില്ല, സൊസൈറ്റിന്റെ റൂൾസും റെഗുലേഷൻസും നമ്മൾക്ക് ശരിയല്ല എന്ന് തോന്നുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, അത് ആക്സെപ്റ്റ് ചെയ്യില്ല അല്ലെ. നമുക്ക് എന്താണോ ശരിയായിട്ട് തോന്നുന്നത് ആ കാര്യങ്ങളായിരിക്കും നമ്മൾ ഉറച്ചു നിൽക്കുക. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഡിസിഷൻസും നമ്മുടെ ലൈഫിൽ എടുക്കുക. അപ്പൊ ആ ഒരു ലെവലാണ് നമ്മുടെ പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് അതിന്റെ കൂടെ തന്നെ ഓർക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഓട്ടോണമസ് ആയിട്ട് മാറുന്ന സമയത്ത് നമ്മൾ എന്തിനു കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു വെച്ചാൽ, മറ്റുള്ള ആൾക്കാർക്ക് കൂടെ നമ്മൾ ചെറിയ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. ഓക്കെ. അതായത് നമ്മുടെ സെൽഫായിട്ടുള്ള കാര്യം നോക്കുന്നതിന്റെ കൂടെ തന്നെ മറ്റുള്ള ആൾക്കാരുടെ ഹാപ്പിനെസ്സിന് കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും. കാരണം നമ്മൾ അത്രയും മെച്യൂർഡ് ആയിട്ട് മാറിയില്ലേ അല്ലെ. സോ ആ ഒരു കാര്യത്തിന് കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നാണ് നമ്മുടെ കോൾബർഗ് പറയുന്നത് അല്ലെ. കോൾബർഗ് തേർഡ് ലെവലായിട്ട് പറയുന്ന കാര്യം. ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ മോറൽ ഡെവലപ്മെന്റിന്റെ 3 സ്റ്റേജസ് അല്ലെ 3 ലെവൽസ് എന്നാണ് നമ്മുടെ കോൾബർഗ്സ് തിയറി പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞു തരണം ഷോർട്ടായിട്ട്. എക്സ്പ്ലെയിൻ ചെയ്യണോ? വൺസ് മോർ എക്സ്പ്ലെയിൻ ചെയ്യണോ? ഹലോ, പോയാ നിങ്ങള്? എന്തായാലും റെസ്പോണ്ട് ചെയ്യാത്തേ? ഒന്നുകൂടെ പറഞ്ഞു തരണം. ക്ലിയർ ആവുന്നില്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആവുന്നില്ല ഞാൻ എടുക്കുന്നത്. ഓക്കെ ഓക്കെ. എടാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. എടുക്കുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും മാറ്റം ചേഞ്ചസ് വേണമെങ്കിൽ നിങ്ങൾ പറയണേ. അല്ല നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ എന്നോട്. ഓക്കെ. അപ്പൊ അതാണ് നമ്മുടെ കോൾബർഗ്സ് തിയറി എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സിമ്പിൾ ആണ്, ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്സിൽ എഴുതാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ കോൾബർഗ്സ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ്. ഓക്കെ അല്ലേ എല്ലാവർക്കും? അടുത്ത ടോപ്പിക്കിലേക്ക് നോക്കിക്കൂടെ നമുക്ക്? ഓക്കെ. സോ നമ്മൾ ആദ്യത്തെ തിയറി കഴിഞ്ഞു അല്ലേ. ഞാൻ ആദ്യം പറഞ്ഞു നമുക്ക് 2 തിയറീസ് ആണ് മെയിൻ ആയിട്ടും പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ തിയറി ആയിട്ടുള്ള കോൾബർഗ്സ് തിയറി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. ഇനി നമ്മുടെ സെക്കൻഡ് തിയറിയാണ് ഗില്ലിഗൻസ് തിയറി. സ്ക്രീനിൽ കാണാൻ പറ്റും. ഗില്ലിഗൻസ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ്. ഓക്കെ. ഈ 2 തിയറീസും നമ്മുടെ മോറൽ ഡെവലപ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അത് ഓർമ്മ വേണേ. അതായത് നമ്മുടെ ഉള്ളിൽ, ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും മോറൽ ഡെവലപ്മെന്റ് സംഭവിക്കും ഓരോ കാലഘട്ടത്തിലും. അപ്പോൾ ആ മോറൽ ഡെവലപ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള 2 തിയറീസ്, 2 ആൾക്കാരുടെ ഐഡിയാസ് അല്ലെ 2 ആൾക്കാരുടെ വ്യൂ പോയിന്റ് ആണ് 2 തിയറി ആയിട്ട് വന്നത്. ഒന്ന് കോൾബർഗിന്റെതും ഒന്ന് ഗില്ലിഗൻസിന്റെ. ഓക്കെ. അപ്പൊ കോൾബർഗിന്റെ ആണ് നമ്മളിപ്പോ ഫസ്റ്റ് നോക്കിയത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗില്ലിഗൻസ് തിയറിയാണ്. അപ്പൊ കരോൾ ഗില്ലിഗൻ എന്നാണ് ഫുൾ നെയിം കേട്ടോ. ഗില്ലിഗൻസ് എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നതാണ്. കരോൾ ഗില്ലിഗൻ എന്നാണ് പേര്. ആൻഡ് അതൊരു ലേഡിയാണ് കേട്ടോ. പേര് കേൾക്കുമ്പോൾ നമുക്കൊരു പുരുഷനായിട്ട് തോന്നും, പക്ഷേ ആക്ച്വലി അതൊരു ലേഡിയാണ്. ഓക്കെ. അപ്പൊ ജസ്റ്റ് നോക്കുക. കരോൾ ഗില്ലിഗൻ ഫൗണ്ട് ദാറ്റ് കോൾബർഗ്സ് തിയറി had a strong male bias. Gilligan's studies suggest that there is some tendency for men to be more interested in trying to solve moral problems by applying abstract moral principles. Okay. അപ്പൊ ഈ ഗില്ലിഗൻസ് തിയറി ഫോം ചെയ്യാനുണ്ടായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ ഈ കരോൾ ഗില്ലിഗൻ എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരി അല്ലെ, ഈ ലേഡി എന്ത് ചെയ്തു, നമ്മുടെ കോൾബർഗിന്റെ തിയറി, കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടുള്ള തിയറി കംപ്ലീറ്റ് സ്റ്റഡി ചെയ്ത് അനലൈസ് ചെയ്തു. ഓക്കെ. അപ്പൊ അങ്ങനെ അനലൈസ് ചെയ്ത സമയത്ത് പുള്ളിക്കാരിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യം, അല്ലെ പുള്ളിക്കാരി ഐഡന്റിഫൈ ചെയ്ത ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ കോൾബർഗിന്റെ തിയറി മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മെയിൽ ബയാസിനെയാണ്. അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള നമ്മുടെ ജെൻസില്ലേ, പുരുഷനും സ്ത്രീയും ഉണ്ടല്ലേ. അപ്പോൾ കൂടുതലും ജെൻസിന്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ കോൾബർഗ്സിന്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാണ് ഈ പുള്ളിക്കാരി കണ്ടുപിടിച്ചൊരു കാര്യം. ക്ലിയർ ആയോ? ഈ പുള്ളിക്കാരി നമ്മുടെ കോൾബർഗ്സിന്റെ തിയറി അനലൈസ് ചെയ്തു. അപ്പൊ പുള്ളിക്കാരി പേഴ്സണലി ഐഡന്റിഫൈ ചെയ്ത കാര്യം, അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, കോൾബർഗിന്റെ തിയറി കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ടും ഓറിയന്റ് ചെയ്യുന്നത് മെയിൽ
നമ്മുടെ ജെൻസിനോട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെ ഒരു മെയിൽ ഓറിയന്റഡ് തിയറിയാണ് കോൾബർഗ്സ് തിയറി എന്നാണ് പുള്ളിക്കാരിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. ഓക്കെ, അതങ്ങനെ തോന്നാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മളിപ്പോ കോൾബർഗ് തിയറി പറഞ്ഞു അല്ലെ, കുറെ 3 സ്റ്റേജസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കോൾബർഗ് തിയറിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, നമ്മൾ സെക്കൻഡ് സ്റ്റേജ് നമ്മുടെ കൺവെൻഷണൽ ലെവലൊക്കെ എത്തുന്ന സമയത്ത് സൊസൈറ്റീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോവുക, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസിഷൻസ് നമ്മുടെ ലൈഫിൽ എടുക്കുക എന്നൊക്കെ പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ തേർഡ് ലെവലിൽ നമ്മൾ പറഞ്ഞു ഓട്ടോണമസ് ആവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ എന്താണ്, മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാളും നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നാണ് നമ്മുടെ കോൾബർഗിന്റെ തിയറി ഓവറോൾ പറയുന്ന ഒരു കാര്യം. അല്ലെ കോൾബർഗിന്റെ ആ സെക്കൻഡ് സ്റ്റേജ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മറ്റുള്ളവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾക്കാണ് എന്നാണ് കോൾബർഗ് തിയറി ഓവറോൾ പറയുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോ ഈ പുള്ളിക്കാരി പറഞ്ഞ എന്താന്ന് വെച്ചാല്, കൂടുതലും എന്താണ് ഈ ജെൻസ്, അതായത് നമ്മുടെ പുരുഷന്മാരാണ് കൂടുതലായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നാണ് പുള്ളിക്കാരിക്ക് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അല്ലെ ഫീൽ ചെയ്ത ഒരു കാര്യം, പുള്ളിക്കാരി ഐഡന്റിഫൈ ചെയ്തൊരു കാര്യം. ഓക്കെ, അതായത് ലൈഫിൽ ഇപ്പം ഡിസിഷൻസ് എടുക്കുക, അല്ലെ റെസ്പോൺസിബിൾ ആയിട്ട് മൂവ് ചെയ്യുക, അല്ലെ ഡിസിഷൻസ് എടുക്കുക, അല്ലെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾക്ക് കുറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതൊക്കെ ജെൻസ് ആണ് അല്ലെങ്കിൽ മെയിൽസ് ആണ് എന്നാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ലേഡീസ് ആണെങ്കിൽ കുറച്ചുകൂടെ ഈ റിലേഷൻഷിപ്പിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഈ പുള്ളിക്കാരിന്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗില്ലിഗൻ എന്ന് പറയുന്ന ലേഡീന്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, പുരുഷനെയും സ്ത്രീയും എടുത്താൽ പുരുഷന്മാർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവരുടേതായിട്ടുള്ള സ്വന്തം കാര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കും ഒക്കെയാണ്. നേരെ മറിച്ച് ലേഡീസിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ലേഡീസ് എന്ത് ചെയ്യും, കുറച്ചുകൂടെ ഈ പേഴ്സണൽ റിലേഷൻഷിപ്പില്ലേ, അതായത് രണ്ടാൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കും ലേഡീസ്. അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യും. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ മറ്റുള്ളവരെ കൂടെ കെയർ ചെയ്തിട്ട്, അല്ല അവരുടെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് കെയർ ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് ലേഡീസ് എന്നാണ് ഈ പുള്ളിക്കാരുടെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ പുള്ളിക്കാരി എന്ത് പറഞ്ഞു, കോൾബർഗിന്റെ തിയറി എന്ന് പറയുന്നത് മോസ്റ്റ്ലി, കംപ്ലീറ്റ് ആയിട്ടല്ല, പക്ഷെ കൂടുതലും എന്താണ് മെയിൽ ഓറിയന്റഡ് ആയിട്ടാണ് പ്രപ്പോസ് ചെയ്തത് എന്നാണ് ഈ പുള്ളിക്കാരി കണ്ടുപിടിച്ചൊരു കാര്യം. ഓക്കെ, അപ്പോ ഈ പുള്ളിക്കാരി പിന്നീട് എന്ത് ചെയ്തു, ക്ലിയർ ആയോ, പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയോ? ഇത് ഈ ഒരു ലേഡിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ. കോൾബർഗിന്റെ തിയറി സ്റ്റഡി ചെയ്ത സമയത്ത് ഈ പുള്ളിക്കാരി പേഴ്സണലി ഐഡന്റിഫൈ ചെയ്തൊരു കാര്യമാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ കാര്യം? മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നേ. ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. പറയണോ? ഒന്നുകൂടെ പറയണോ? എക്സ്പ്ലെയിൻ ചെയ്യണോ ഒന്നുകൂടെ? ഓക്കെ, അപ്പോൾ ഗില്ലിഗൻസ് തിയറി മോറൽ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടുള്ള രണ്ടാമത്തെ തിയറിയാണ് ഗില്ലിഗൻസ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ കരോൾ ഗില്ലിഗൻ എന്ന് പറയുന്ന ഒരു ലേഡി, ഒരു പുള്ളിക്കാരി എന്ത് ചെയ്തു, നമ്മുടെ കോൾബർഗ്സ് തിയറി സ്റ്റഡി ചെയ്തു അല്ലെ. അപ്പൊ ആ സ്റ്റഡി ചെയ്തതിന്റെ ബേസിസിൽ ഈ പുള്ളിക്കാരിക്ക് പേഴ്സണലായിട്ട് ഐഡന്റിഫൈ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എന്താന്ന് പുള്ളിക്കാരി കണ്ടുപിടിച്ച കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ കോൾബർഗ് തിയറി എന്ന് പറയുന്നത് കൂടുതലും അല്ലെ മോസ്റ്റ്ലി മെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. അതായത് കൂടുതലായിട്ടും മെയിൽസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് കോൾബർഗ് തിയറി ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഗില്ലിഗൻസ് പറയുന്നത്. ഓക്കെ, അതായത് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കുക, സ്വന്തം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക തുടങ്ങിയതാണ് മെയിൽസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ. സോ അതാണ് മെയിൻ ആയിട്ട് നമ്മുടെ കോൾബർഗ് തിയറി ഡിസ്കസ് ചെയ്യുന്നത് എന്നാണ് ഈ പുള്ളിക്കാരി പറഞ്ഞത് അല്ലെ. അതായത് വിമൻസിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ. അതുപോലെ പുള്ളിക്കാരി എന്ത് പറഞ്ഞു, വിമൻസിന്റെ കേസ് എടുത്താൽ ലേഡീസ് കുറച്ചുകൂടെ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, പേഴ്സണൽ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കെയറിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് ലേഡീസ് എന്നാണ് പുള്ളിക്കാരി പറയുന്നത് അല്ലെ. സോ ആ ഒരു പ്രശ്നമാണ് പുള്ളിക്കാരി ഐഡന്റിഫൈ ചെയ്തത്. സോ അതിന്റെ ബേസിൽ ഈ പുള്ളിക്കാരി എന്ത് ചെയ്തു, നമ്മുടെ ഈ കോൾബർഗ്സ് തിയറിനെ ഒന്ന് റിവൈസ് ചെയ്തു. ഓക്കെ, എങ്ങനെ? ഷീ റിവൈസ്ഡ് കോൾബർഗ്സ് തിയറി ബൈ കമ്പൈനിങ് ദം വിത്ത് ഹെർ ഓൺ ഐഡിയാസ് അല്ലെങ്കിൽ സ്റ്റഡീസ് ഓഫ് വുമൺ. ഈ പുള്ളിക്കാരി വിമൻസിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി പറഞ്ഞില്ലേ, ഇപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ. അപ്പൊ ആ കാര്യം പുള്ളിക്കാരി എന്ത് ചെയ്തു, ഈ കോൾബർഗ് ഓൾറെഡി പ്രപ്പോസ് ചെയ്തിട്ടില്ലേ, മെന്നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടില്ലേ,
അതുമായിട്ട് കമ്പൈൻ ചെയ്തു. അപ്പൊ എന്തായി, മെന്നിന്റെ കുറെ കാര്യങ്ങളും വന്നു, ഈ പുള്ളിക്കാർ കണ്ടുപിടിച്ച വിമൻസിന്റെ കുറെ കാര്യങ്ങളും വന്നു അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഈ പുള്ളിക്കാർ എന്ത് ചെയ്തു, നമ്മുടെ കോൾബർഗ് തിയറിനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് റിവൈസ് ചെയ്തു. ഓക്കെ, അതാണ് പിന്നീട് ഗില്ലിഗൻസ് തിയറി എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ഓക്കെ ആണോ? അതായത് വിമൻസിന്റെ കാര്യങ്ങൾ കൂടെ കുറച്ച് ഇതിലേക്ക് ഫോക്കസ് ചെയ്തു, മെയിൽസിന്റെ കാര്യം കൂടാതെ വിമൻസിന്റെ കാര്യങ്ങൾ കൂടെ കുറച്ചുകൂടി ഇതിലേക്ക് ആഡ് ചെയ്തു. അല്ലെ, രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് പുള്ളിക്കാരുടേതായിട്ടുള്ള ഒരു തിയറി പ്രപ്പോസ് ചെയ്തു. അതാണ് ഗില്ലിഗൻസ് തിയറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ പുള്ളിക്കാരി എന്ത് ചെയ്തു, നമ്മൾ നേരത്തെ മറ്റേ കേസിലും നമുക്ക് 3 ലെവൽ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതുപോലെ പുള്ളിക്കാരി ഈ കേസിൽ എന്ത് ചെയ്തു, 3 ലെവൽസ് ഡിഫൈൻ ചെയ്തു. അതായത് മോറൽ ഡെവലപ്മെന്റ് 3 ലെവലിലാണ് നടക്കുക. 1 ഈസ് പ്രീ കൺവെൻഷണൽ ലെവൽ, 2 ഈസ് കൺവെൻഷണൽ ലെവൽ, 3 ഈസ് പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നോക്കണേ ആ വ്യത്യാസം. അപ്പൊ നമ്മുടെ ഗില്ലിഗൻസ് തിയറി പറയുന്നത് ആദ്യത്തെ പ്രീ കൺവെൻഷണൽ ലെവൽ, ദിസ് ഈസ് റഫ്ലി സെയിം ആസ് കോൾബർഗ്സ് ഫസ്റ്റ് ലെവൽ. ഓക്കെ, അപ്പൊ ഈ കേസിലും നമ്മുടെ ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കോൾബർഗ് തിയറി ആയിട്ട് സെയിം ആണ് കംപ്ലീറ്റ് കാര്യങ്ങൾ. ഓക്കെ, അത് സെയിം ആയിരിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ പ്രീ കൺവെൻഷണൽ ലെവൽ എന്ന് പറയുന്നത് ഏത് കാലഘട്ടമാണ്, നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുന്ന ചൈൽഡ് ആയിട്ടിരിക്കുന്ന കാലഘട്ടമാണ് അല്ലെ. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്താണ്, മെയിലും ഫീമെയിലും എന്നുള്ള ആ ജെൻഡർ ഡിഫറൻസിന്റെ കാര്യങ്ങളൊന്നും മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല അല്ലെ. മെയിൻ ആയിട്ടും ഒബീഡിയൻസ് അല്ലെങ്കിൽ അനുസരണാശീലം അല്ലെങ്കിൽ നല്ല പെരുമാറ്റശീലം അങ്ങനെയുള്ള മോറൽ വാല്യൂസ് ആണ് ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് ഈ ഫസ്റ്റ് ലെവൽ എന്താണ്, കോൾബർഗിൻ്റെതുമായിട്ട് സെയിം ആയിട്ട് തന്നെയാണ് പുള്ളിക്കാരി ഡിഫൈൻ ചെയ്തത്. ഓക്കെ, സോ ഫസ്റ്റ് ലെവൽ സെയിം തന്നെയാണ് ഗില്ലിഗൻസ് തിയറിയിൽ. ഇനി സെക്കൻഡ് ലെവൽ കൺവെൻഷണൽ ലെവൽ നോക്കിയാൽ ഇവിടെ പുള്ളിക്കാർ എന്ത് ചെയ്തു, ഹിയർ ദർ ഈസ് ദി ഓപ്പോസിറ്റ് പ്രീ ഒക്യുപ്പേഷൻ വിത്ത് നോട്ട് ഹേർട്ടിംഗ് അതേഴ്സ് ആൻഡ് വിത്ത് എ വില്ലിംഗ്നെസ് ടു സാക്രിഫൈസസ് വൺസ് ഓൺ ഇൻട്രസ്റ്റ്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പുള്ളിക്കാരി എന്താ പറഞ്ഞേ, ലേഡീസ് ആകുമ്പോൾ എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ ഫീലിങ്സിന് കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കും അല്ലെ മറ്റുള്ളവർക്ക് കൂടെ കെയർ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ് ലേഡീസ് എന്നാണ് ഈ ഗില്ലിഗൻസ് പറയുന്നത് അല്ലെ. അപ്പൊ ഈ പുള്ളിക്കാർ എന്ത് ചെയ്തു, നമ്മുടെ കോൾബർഗിന്റെ കൺവെൻഷൻ ലെവലിൽ പറഞ്ഞിട്ടുള്ള കാര്യമില്ലേ, അതിന്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്തു, ഈ ലേഡീസിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൂടെ ആഡ് ചെയ്തു. അതായത് എന്താണ്, നോട്ട് ഹേർട്ടിംഗ് അതേഴ്സ് ആൻഡ് വിത്ത് എ വില്ലിംഗ്നെസ് ടു സാക്രിഫൈസ് വൺസ് ഓൺ ഇൻട്രസ്റ്റ് അല്ലെ. അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കില്ല, ഹേർട്ട് ചെയ്യില്ല ഒരു രീതിയിലും അല്ലെ. അതുപോലെ എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ കൂടെ കാര്യം കെയർ ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് സാക്രിഫൈസ് ചെയ്യും ലേഡീസ് എന്നാണ് പുള്ളിക്കാരി പറയുന്നത് അല്ലെ. അപ്പൊ ആ കാര്യം കൂടെ പുള്ളി എന്ത് ചെയ്തു, നമ്മുടെ കോൾബർഗ്സിന്റെ പോയിന്റുമായിട്ട് ഒന്ന് ആഡ് ചെയ്തു അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തു. എന്നിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ലെവൽ ഈ പുള്ളിക്കാരി ഡിഫൈൻ ചെയ്തത്. ക്ലിയർ ആയോ? കോൾബർഗ് കൺവെൻഷണൽ ലെവൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ. അവിടെ പറഞ്ഞത് എന്തായിരുന്നു, അയാള് കൂടുതലായിട്ടും സെൽഫായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നാണ് പറഞ്ഞത്. അതായത് മെയിൽ ഓറിയന്റഡ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ പുള്ളിക്കാരി എന്ത് ചെയ്തു, അതിന്റെ കൂടെ ഈ ലേഡീസിന്റെ വിമൻസിന്റെ ആ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തു അല്ലെ. അതായത് വിമൻസ് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യില്ല, മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന രീതിയിൽ സ്വന്തം താല്പര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകാന്നില്ല ആ ഒരു പോയിന്റ് കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്തു. ഓക്കെ, സോ അതാണ് നമ്മുടെ ഗില്ലിഗൻസ് തിയറിയിലുള്ള കൺവെൻഷണൽ ലെവൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആവുന്നുണ്ടോ പറയുന്ന കാര്യങ്ങൾ? ഓക്കെ ആവുന്നില്ലേ? ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ കൺവെൻഷൻ ലെവലിനെ ഒന്ന് റിവൈസ് ചെയ്ത് പുള്ളിക്കാരി. ഓക്കെ, ഫസ്റ്റ് ലെവൽ സെയിം തന്നെയാണ്. ഫസ്റ്റ് ലെവൽ രണ്ട് കേസിലും സെയിം ആണ്, കാരണം കുട്ടിക്കാലം ചെറിയ കാലഘട്ടമായതുകൊണ്ട് അതിന് ഡിഫറൻസ് ഇല്ല. സെക്കൻഡ് ലെവൽ ഒന്ന് മോഡിഫൈ ചെയ്തു, അതുപോലെ തേർഡ് ലെവൽ എന്ത് ചെയ്തു, പുള്ളിക്കാരി മോഡിഫൈ ചെയ്തു. അവിടെ എന്താ, ദ ഇൻഡിവിജ്വൽ ബിക്കംസ് ഏബിൾ ടു സ്ട്രൈക്ക് എ റീസൺഡ് ബാലൻസ് ബിറ്റ്വീൻ കെയറിംഗ് അബൌട്ട് അതർ പീപ്പിൾ ആൻഡ് പെർസ്യൂയിങ് വൺസ് ഓൺ സെൽഫ് ഇൻട്രസ്റ്റ് വൈൽ എക്സസൈസിങ് വൺസ് റൈറ്റ്. അതായത് നേരത്തെ പറഞ്ഞത് സിമിലർ തന്നെയാണ് അല്ലെ. വിമൻസ് ലേഡീസ് ആകുമ്പോൾ എന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് കൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. ജെൻസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ മറ്റുള്ളവരുടെ ഫീലിങ്സ് കൂടെ കെയർ ചെയ്യുന്ന ആൾക്കാരാണ് ലേഡീസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ എന്ത് ചെയ്യും, നമ്മള് പോസ്റ്റ് കൺവെൻഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓട്ടോണോമസ് ആയിട്ട് മാറുന്ന ഒരു സ്റ്റേജ് ആണ് അല്ലെ. അപ്പൊ ഈ ഓട്ടോണോമസ് ആയിട്ട് മാറുന്ന സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് സ്വന്തമായിട്ടുള്ള അധികാരം വരും അല്ലെ. സ്വയം ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യും അല്ലെ. സൊസൈറ്റീൻ്റെത് ശരിയല്ല എന്ന് തോന്നിയാൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ തീരുമാനങ്ങളും ഡിസിഷൻസും എടുക്കും അല്ലെ. അപ്പൊ ഈ പുള്ളിക്കാരി എന്ത് പറഞ്ഞു, അങ്ങനെ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് എന്തുകൂടെ കെയർ ചെയ്യും, നമ്മുടെ
ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ അല്ലെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ ഫീലിങ്സ് കൂടെ കെയർ ചെയ്തിട്ട് അതിന് കൂടെ രണ്ടും ഒരു ബാലൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മളൊരു ഡിസിഷൻ എടുക്കുക എന്നാണ് ഈ പുള്ളിക്കാർ ആഡ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുമില്ല, മെയിൻ ആയിട്ട് പുള്ളിക്കാർ റിവൈസ് ചെയ്തത് എന്താണ്, മെയിൽസിന്റെ ആ ഫീലിങ്സിന്റെ കൂടെ ഈ വിമൻസിന്റെ രണ്ട് ആറ്റിറ്റ്യൂഡ്സ്, അതായത് കെയറിംഗ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അതാണ് മെയിൻ ആയിട്ടും പുള്ളിക്കാർ എടുത്തു പറയുന്നത്. വിമൻസിന്റെ കേസിലായാലും വിമൻസ് കുറച്ചുകൂടെ കെയറിംഗ് ആണ്, അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് ലേഡീസ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ പുള്ളിക്കാർ നമ്മുടെ കോൾബർഗിന്റെ തിയറിന്റെ കൂടെ ആഡ് ചെയ്തു. അത്ര മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല കേട്ടോ. ഫസ്റ്റ് ലെവൽ സെയിം തന്നെയാണ്, സെക്കൻഡ് ലെവലും തേർഡ് ലെവലിനും കൂടെ പുള്ളിക്കാർ എന്ത് ചെയ്തു, ആ കെയറിംഗ് എന്നുള്ള ആ ഒരു വികാരം അല്ലെ ആ ഒരു ഫീലിങ്സ് കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു. അങ്ങനെ ആ തിയറിനെ റിവേഴ്സ് ചെയ്തു. അതാണ് ഗില്ലിഗൻസ് തിയറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? കോൾബർഗ്സ് തിയറിയും അതുപോലെ തന്നെ ഗില്ലിഗൻസ് തിയറിയും. ഓക്കെ ആയോ രണ്ട് കേസും? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു കമ്പാരിസൺ അല്ലെ. മെയിൻ ആയിട്ടുള്ള 3 പോയിന്റ്സേ പറഞ്ഞിട്ടില്ലേ, കോൾബർഗ്സ് തിയറിയും ഗില്ലിഗൻസ് തിയറിയുള്ള കമ്പാരിസൺ. അപ്പൊ നോക്കുക, കോൾബർഗ്സ് തിയറി എന്താണ്, ഈസ് ബേസ്ഡ് ഓൺ ദ സ്റ്റഡി ഓൺ മെൻ. നമ്മൾ പറഞ്ഞു അല്ലെ, മോസ്റ്റ്ലി അതൊരു മെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള തിയറിയാണ്. സ്റ്റഡി ഓൺ മെന്നിന് അല്ലെ മെന്നുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് കോൾബർഗ്സ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നേരെ മറിച്ച് ഗില്ലിഗനിലേക്ക് വന്നാലോ, ഈസ് ബേസ്ഡ് ഓൺ ദ സ്റ്റഡി ഓൺ മെൻ ആൻഡ് വിമൺ അല്ലെ. മെന്നിന്റെ കാര്യങ്ങളുടെ കൂടെ എന്തുകൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, വിമൻസിന്റെ കുറെ കെയർ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് ഗില്ലിഗൻസ് തിയറി പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി രണ്ടാമത്തെ നോക്കിയേ, മെൻ ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു മോറൽ റൂൾസ്. നമ്മൾ ജെൻസിന്റെ കേസ് എടുത്താൽ മോറൽ റൂൾസ് അല്ലെ സൊസൈറ്റിന്റെ റൂൾസിനാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ. നേരെ മറിച്ച് ഗില്ലിഗൻസ് തിയറിയിൽ വന്നാലോ, വിമൻ ഓൾവേസ് വാണ്ട് ടു കീപ്പ് അപ്പ് ദ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഓൾ പേഴ്സൺസ് ഇൻവോൾവ് ഇൻ ദി സിറ്റുവേഷൻ അല്ലെ. അതായത് വിമൻസ് എന്തുകൂടെ ചെയ്യും, ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിൽ അല്ലെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ ആ ഒരു റിലേഷൻഷിപ്പ് അല്ല അവരുടെ കൂടെ കെയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അതാണ് ഗില്ലിഗൻസ് തിയറി. പിന്നെ അതുപോലെ തന്നെ തേർഡ് പോയിന്റ് എന്താ, എത്തിക്സ് ഓഫ് റൂൾസ് ആൻഡ് റൈറ്റ് ആണ് കോൾബർഗ്സ് തിയറി എന്ന് പറയുന്നത്. ഗില്ലിഗൻസ് തിയറി ആണെങ്കിൽ എത്തിക്സ് ഓഫ് കെയറിംഗ് ആണ് അല്ലെ. കാരണം കോൾബർഗ്സിൽ നമ്മൾ എന്താ പറഞ്ഞ മെയിൻ ആയിട്ടും റൂൾസിനെ ബേസ് ആയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുക അല്ലെ. സൊസൈറ്റിന്റെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസ് ഉണ്ടാവും, അതിന്റെ ബേസ് ആയിട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നതാണ് കോൾബർഗ്സ് തിയറി പറഞ്ഞു. പിന്നെ ഗില്ലിഗൻസ് തിയറി ആകുമ്പോൾ എന്താണ്, കെയറിംഗിനാണ് നമ്മൾ കുറെ കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ. സോ കോൾബർഗ് എടുത്താൽ എത്തിക്സ് ഓഫ് റൂൾസ് ആൻഡ് റൈറ്റ് ആണ് വരിക, ഗില്ലിഗൻസ് എടുത്താൽ എത്തിക്സ് ഓഫ് കെയർ, കെയറിംഗിന്റെ എത്തിക്സ് ആണ് അവിടെ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. സോ അത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും ഈ രണ്ട് തിയറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ക്ലിയർ ആയോ? കോൾബർഗ്സ് തിയറി ആൻഡ് ഗില്ലിഗൻസ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ്. ചെറിയൊരു ഐഡിയ കിട്ടിയോ രണ്ട് തിയറിനെ പറ്റിയിട്ടും? ആ കൺസെപ്റ്റ് കിട്ടും നിങ്ങൾക്ക്, ജസ്റ്റ് ഒരു ഐഡിയ, ബേസ് ആയിട്ടുള്ള കാര്യം മനസ്സിലായോ രണ്ട് തിയറി എന്താ മീൻ ചെയ്യുന്നുള്ളത്? ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? നിങ്ങൾ ഈ കുറച്ച് ആൾക്കാർ മാത്രമല്ലേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളവരൊന്നും പറയുന്നില്ലല്ലോ. ക്ലിയർ ആയോ? രണ്ട് തിയറി എന്താ മീൻ ചെയ്യുന്നുള്ള കാര്യം മനസ്സിലായോ? രണ്ട് തിയറി കൺസെപ്റ്റ് എന്താന്ന് ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കുഞ്ഞു ടോപ്പിക് കൂടി ഉണ്ട്, അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഇതൊന്നുമില്ല, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, കോൺസെൻസസ് ആൻഡ് കോൺട്രോവേഴ്സി. ഓക്കെ, ജസ്റ്റ് നോക്കുക. കോൺസെൻസസ് ആൻഡ് കോൺട്രോവേഴ്സി ആർ ടു റെലവന്റ് ഫാക്ടേഴ്സ് ഇൻ ദ സ്റ്റഡി ഓഫ് മോറൽ ഓട്ടോണമി. കോൺസെൻസസ് മീൻസ് അഗ്രിമെന്റ് ആൻഡ് കോൺട്രോവേഴ്സി മീൻസ് ഡിസ്അഗ്രിമെന്റ്. ഓക്കെ, സിമ്പിൾ ആയിട്ടാണ്. കോൺസെൻസ് എന്ന് വെച്ചാൽ അഗ്രി ചെയ്യാന്നുള്ള ഒരു മീനിങ് ആണ്. അതുപോലെ തന്നെ കോൺട്രോവേഴ്സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്അഗ്രിമെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറയാം. വെൻ an individual exercise moral autonomy, he may not be able to attain the same results as other people obtain in practicing their moral autonomy. Here, there might be some differences in the practical application of moral autonomy. This kind of controversies, that is disagreements, are inevitable. Okay, അതുപോലെ since exercising moral autonomy is not as precise and clear cut as arithmetic, therefore the moral disagreements are natural and common. So in order to allow scope for disagreement, the tolerance is required among individuals with autonomous, reasonable and responsible thinking. ഓക്കെ, അതിപ്പോൾ നമുക്കറിയാം, നമ്മൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെ ഏതൊരു കമ്പനിയിൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും
നമുക്ക് എന്താണ് പല സിറ്റുവേഷൻസ് വരും അല്ലെ, അല്ലെ പല പ്രോബ്ലംസ് നമ്മുടെ മുന്നിൽ വരും, പല ഡിസിഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ട സിറ്റുവേഷൻസ് വരും അല്ലെ പലതായിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ട ആൾക്കാരാണ് നമ്മളെല്ലാവരും അല്ലെ. അപ്പൊ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക് നമ്മുടെ ഹയർ അതോറിറ്റി നമ്മളെ ഏൽപ്പിച്ചാൽ നമ്മൾ എല്ലാ സ്റ്റാഫും എന്ത് ചെയ്യും, അല്ലെ എല്ലാ എംപ്ലോയീസും എന്ത് ചെയ്യും, അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കും അല്ലെ. ചിലപ്പോ ഒരാൾക്ക് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് കറക്റ്റ് ആയിരിക്കും, ആ കറക്റ്റ് റിസൾട്ട് തന്നെ എന്ത് ചെയ്യണമെന്നില്ല ബാക്കിയുള്ള എല്ലാവർക്കും കിട്ടണമെന്നില്ല അല്ലെ. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും, ഈ രണ്ടാൾക്കാർ തമ്മിൽ അവിടെ എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഈ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞ ഇഷ്യൂ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഇത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതായത് ഏതൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ പോയാലും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ് ഈ കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. ഓക്കെ, അത് അതിന്റെ മീനിങ് ആണ് പറഞ്ഞത്, ഡിസഗ്രിമെന്റ് അല്ലെ. അതായത് നമുക്കറിയാം നമ്മളിപ്പോ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അല്ലെ മറ്റുള്ളവർ ഒരു കാര്യം പ്രപ്പോസ് ചെയ്താലും നമുക്കത് കറക്റ്റ് ആയിട്ട് തോന്നണമെന്നില്ല, നമുക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല അല്ലെ, ചിലപ്പോൾ നമ്മളത് ഡിസഗ്രി ചെയ്യും അല്ലെ. അപ്പൊ ആ സമയത്താണ് അവിടെ എന്ത് ഇഷ്യൂ വരിക, ആ ഒരു ടൈമിലാണ് അവിടെ ഈ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞൊരു കാര്യം അവർ എറൈസ് ചെയ്ത് വരുന്നത് അല്ലെ. രണ്ടാൾക്കാർ തമ്മിൽ പരസ്പരം ഡിസഗ്രി ചെയ്യുന്ന സമയത്ത് വരുന്നൊരു ഇഷ്യൂ ആണ് ഈ കോൺട്രവേഴ്സി എന്ന് പറയുന്നത് അല്ലെ. അത് എല്ലാ ഓർഗനൈസേഷനിലും വരുന്നൊരു കാര്യമാണ്, ഒക്കെ അറിയുന്നൊരു കാര്യമാണ് അല്ലെ. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് വേണം, മാക്സിമം നമ്മൾ ടോളറന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണത് ഒഴിവാക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ടോളറന്റ് ആയിട്ട് ഇരിക്കുക. നമ്മൾ ഡിസഗ്രി ചെയ്യുന്നുണ്ടെങ്കിലും മാക്സിമം നമ്മൾ ടോളറന്റ് ആയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ടോളറൻസ് ഈസ് റിക്വയർഡ് അമംഗ് ഇൻഡിവിജ്വൽസ് വിത്ത് ഓട്ടോണോമസ് റീസണബിൾ ആൻഡ് റെസ്പോൺസിബിൾ തിങ്കിങ്. ക്രിട്ടിക്കലായി തിങ്ക് ചെയ്തിട്ട് അത് മാക്സിമം ആ ഒരു ഇഷ്യൂ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫർദർ നമ്മൾ മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾക്ക് ഡിസഗ്രിമെന്റ് ആണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളത് ആ ഒരു ഓർഗനൈസേഷന് മോശമാവുന്ന രീതിയിൽ നമ്മളത് കാണിക്കാൻ പാടില്ല. ഓക്കെ, ഒരാളെടുത്ത തീരുമാനം അല്ലെങ്കിൽ ഒരാൾ ചെയ്ത കാര്യത്തിന് ചിലപ്പോൾ നമുക്ക് ഡിസഗ്രിമെന്റ് ഉണ്ടായിരിക്കാം അല്ലെ, പക്ഷെ അത് നമ്മൾ കൂടുതലായിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ എന്തുണ്ടാവും, വലിയൊരു കോൺട്രവേഴ്സി ഇഷ്യൂ അവിടെ വരും, ആ ഇഷ്യൂ വളരെ വലുതായിട്ട് മാറും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് വേണം, മാക്സിമം നമ്മൾ ടോളറന്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഓർഗനൈസേഷന് മോശമാവുന്ന രീതിയിൽ ഒരു കാര്യത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ എത്തിക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണ് നിങ്ങളുടെ സിലബസിൽ ഇട്ടത് കേട്ടോ, കോൺസെൻസസും കോൺട്രവേഴ്സി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, കോൺട്രവേഴ്സി എന്താണെന്നൊക്കെ നമുക്ക് പണ്ടേ അറിയുന്ന കാര്യം തന്നെയല്ലേ. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ, കോൺസെൻസും ആൻഡ് കോൺട്രവേഴ്സി. കോൺട്രവേഴ്സി എന്ന് വെച്ചാൽ ഡിസഗ്രി ചെയ്യുന്ന കാര്യം, ആൻഡ് കോൺസെൻസ് മീൻസ് എഗ്രിമെന്റ് ആണ്. ഓക്കെ, അറിയുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ അത്? നിങ്ങൾ മെയിൻ ആയിട്ട് ഓർക്കേണ്ട രണ്ട് തിയറീസ് ആണ് കേട്ടോ, കോൾബർഗ്സ് തിയറിയും അതുപോലെ തന്നെ നമ്മുടെ ഗില്ലിഗൻസ് തിയറി. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ഓക്കെ ആയിട്ടില്ല എല്ലാവർക്കും, ആ രണ്ട് തിയറീസിന്റെ കൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഓക്കെ, പോയാ എല്ലാവരും ഇവിടെ ഇല്ലേ? ഓക്കെ, സോ അത്രയും കാര്യങ്ങളെ ഇന്ന് എടുക്കുന്നുള്ളൂ. മെയിനായിട്ട് ആ രണ്ട് തിയറീസ് ഒന്ന് നോക്കുക കേട്ടോ, എല്ലാവരും വായിച്ചു നോക്കുക, എന്നാലും കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, ബാക്കി ടോപ്പിക്സ് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവരും?